രേവതി ചേച്ചിയോടാണ് ചോദിക്കാനുള്ളത്. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം അത് കേൾക്കുക. നിങ്ങൾ പറയുന്നത് കേട്ട് ഷാനവാസ് അൺഫിറ്റാണ് ബിഗ് ബോസെ, നിങ്ങൾ എന്തിന് ഈ ഷോയിൽ എടുത്തു എന്ന്. നിങ്ങൾ എന്തൊരു ഡോക്ടറല്ലേ? എങ്ങനെ ഒരാൾ അൺഫിറ്റാണെന്ന് നിങ്ങൾ പറയുക? ആൾക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. പുള്ളി അതൊക്കെ ഗെയിമിൽ റിസ്ക്കായിട്ട് വരുന്ന ഗെയിമിലൊക്കെ പുള്ളി മാറി നിന്നിട്ടുണ്ട്. പുള്ളിക്ക് പറ്റുന്ന ഗെയിമുകളാണ് പുള്ളി കളിച്ചുകൊണ്ട് പോകുന്നത്. പുള്ളിക്ക് പറ്റുന്ന രീതിയിലാണ് പുള്ളി അവിടെ സിറ്റുവേഷൻസ് എല്ലാം ഇൻവോൾവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ആൾക്ക് ഓക്കെ, സിറ്റുവേഷൻ ചിലവർക്ക് പെട്ടെന്ന് ആരോഗ്യ അസ്വസ്ഥതകളുണ്ടാകും. അത് എല്ലാവർക്കും ഉണ്ടാകും, താങ്കൾക്കും ഉണ്ടാകും, എനിക്കും ഉണ്ടാവാം. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പം 2 കാല് വയ്യാതിരിക്കുന്ന ഒരാൾ, ആ ആളുടെ അംബീഷൻ ചിലപ്പോൾ ഹിമാലയം കീഴടക്കുക എന്നുള്ളതായിരിക്കും. എന്ന് വെച്ചിട്ട് നിങ്ങൾ പോയി പറയുമോ ആ ആൾ 2 കാലുള്ളതാ, ഇവൻ എന്തിൻ്റെ സോക്കേടാ, ഇവൻ അതിന് പോകേണ്ടതെന്ന് താങ്കൾ പറയുമോ? ഓരോരുത്തർക്കും ഇപ്പോൾ പുള്ളിക്ക് ആരോഗ്യ അസ്വസ്ഥതകളുണ്ടെങ്കിലും പുള്ളിയുടെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ മലയാളികൾ മൊത്തം കാണുന്ന ഈ ഒരു ഷോയിൽ വരിക, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് നിങ്ങൾ അപ്പോൾ എത്രയോ ആൾക്കാർ ഇതേപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എത്രയോ കലാകാരന്മാരുണ്ടാവും. ഇവരെ എല്ലാം നിങ്ങൾ മാനസികമായി തളർത്തുകയല്ലേ ഈ ഒറ്റ വാക്കുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങൾ ഫിറ്റ് എന്നുള്ള മാനദണ്ഡം നിങ്ങൾ കൊണ്ടുവരുന്നത്? മനസ്സിലാവുന്നില്ല. അതിനുവേണ്ടി മെഡിക്കൽ ടീമുണ്ട് അവിടെ. അതിനുവേണ്ടി പുള്ളി കറക്റ്റായിട്ട് മെഡിസിൻസ് കൊണ്ടുപോയിട്ടുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് തന്നെ പുള്ളി പോകും. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ബിഗ് ബോസിനോട് ചോദ്യം ചോദിക്കുന്നത് ഫിറ്റാണ് അൺഫിറ്റാണ് ഈ ഷോയ്ക്ക് പറ്റില്ല എന്ന് പറയുന്നത്? അത് നിങ്ങളിപ്പോൾ ഇതുപോലെ ഇനിയും വരും കാലങ്ങളിലും വരുന്ന പല കണ്ടസ്റ്റൻസിനെയും നിങ്ങൾ തകർക്കുകയല്ലേ ചെയ്യുന്നത്? അവരെ മാനസികമായിട്ട് തളർത്തുകയല്ലേ ചെയ്യുന്നത്? നിങ്ങളൊരു ഡോക്ടറല്ലേ? നിങ്ങൾ തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ, ഇപ്പോൾ ഇട്ട വീഡിയോ നിങ്ങൾ പറയുന്നുണ്ട് ഞാനൊരു ഡോക്ടറാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെ പറയുമ്പോൾ നിങ്ങളൊരു ഡോക്ടറോട് ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അസുഖമാണ്, നിങ്ങൾ ഒന്നും ചെയ്യല്, പോയി അവിടെ പോയി മലന്ന് കിടന്നോളാൻ പറയുമോ? ആ പുള്ളിക്ക് പറ്റുന്ന രീതിയിലുള്ള ജോലികൾ ചെയ്യാൻ പറയും. മനസ്സിലായി? നമ്മളൊരു അസുഖം വന്നൊരു കാർഡിയാക് പേഷ്യൻറ്റ് വന്നതും ഒരു കാർഡിയാക് ഡിസീസ് വന്നതും പറഞ്ഞിട്ട് ഒരാൾ ജോലി നിൽക്കുമ്പോൾ ആ ആളെ നമ്മൾ പിരിച്ചു വിടാറില്ല. ആ ആൾ മെഡിസിൻ പ്രോപ്പറായിട്ട് എടുത്ത് പ്രോപ്പർ ചെക്കപ്പ് ചെയ്തുകൊണ്ട് തന്നെ പറ്റുന്ന രീതിയിൽ ആ ജോലി ചെയ്യാനേ നമ്മളൊരു കമ്പനി പറയുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാർഡിയാക് പേഷ്യൻ്റുള്ള എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കണമല്ലോ താങ്കൾ പറയുവാണെങ്കിൽ. ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ അവർ ജോലിക്ക് പോലും പോകാൻ പറ്റില്ല. നിങ്ങൾ എന്താണ് ഈ പറയണത്? മനസ്സിലാവുന്നില്ല.